കണ്ടിട്ടുണ്ടാവും. ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് വരുമ്പോ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കിണർ കണ്ടിട്ട്, ഒരു വെള്ളം കണ്ടിട്ടില്ലേ, കുളത്തിന്റെ പേര് പടിക്കിണർ എന്നാ പറയാ. പടി ഇറങ്ങിയിട്ട് പോകുന്ന കിണർ. ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങൾ ഉപ്പാറ്റം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന് പോലും മഹാനവർ ജീവിതകാലത്ത് മുഖം കാണിച്ചിട്ടില്ല. ഒരു രാജാവിന് പോലും മഹാനായ നിസാമുദ്ദീൻ തങ്ങൾ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കറാമത്തുകൾ കാണിച്ച മഹാനാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങൾ ഉപ്പാപ്പ. ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങൾ ഉപ്പാപ്പയുടെ ഉമ്മയുടെ ഖബറ് നമ്മള് കുത്തുബ്മിനാറിലേക്ക് പോകുന്ന വഴിക്ക് ആണ് മഹാനായ ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങളും ഉപ്പയുടെ നിസാമുദ്ദീൻ തങ്ങളുടെ ഉമ്മയുടെ മക്ബറ. ഉമ്മ വഫാത്താകുന്നതിന്റെ കുറച്ച് മുമ്പ് എല്ലാ മാസവും ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങൾ ഉമ്മാനെ ദർശനം കാണാൻ പോകും. ദർശനം കാണാൻ പോകുമ്പോ ഈ ഉമ്മ ഒരു ദിവസം ചോദിച്ചു, എല്ലാം മോനെ അടുത്ത പ്രാവശ്യം മോനെ ആരെയാണ് കാണാൻ വരിക? നിങ്ങൾ എല്ലാ പ്രാവശ്യം എന്റെ അടുത്തേക്ക് വരുന്നില്ല, അടുത്ത് വരുമ്പോ നിങ്ങൾ ആരെയാണ് കാണുക? അപ്പം നിസാമുദ്ദീൻ തങ്ങൾക്കും മനസ്സിലായി നിസാമുദ്ദീൻ തങ്ങൾ പോകാനായി. നിസാമുദ്ദീൻ തങ്ങളുടെ ഉമ്മാക്ക് അതേ അറിവിട്ടി വഫാത്തായി. അത് അള്ളാഹു നൽകുന്ന വലിയ കഴിവാണ്. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളൊക്കെ സൗഭാഗ്യങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങൾ ഒരു ബുധനാഴ്ച ദിവസം എന്താക്കി, തന്റെ സാഹിബത്തായ സഹായിയായ സ്ത്രീയോട് പറഞ്ഞ്, നിങ്ങൾ പോയിട്ട് നിസാമുദ്ദീനെ ദർശനം കൂട്ടിയിട്ട്, നിസാമുദ്ദീൻ തങ്ങൾ ഓടിയ കുത്തുബ്മിനാറിന്റെ നേരെ ബേക്കിലുള്ള പള്ളിയിലാണ്, കൂത്തുൽ ഇസ്ലാം മസ്ജിദ് വരൂരാണ്. നിങ്ങൾ കൂട്ടിയിട്ട് വരണം. ആ കൂട്ടിയിട്ട് വരുമ്പം ഉസ്താദിനോട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വാങ്ങണം. പറഞ്ഞ് കൂട്ടിയിട്ട് പോയി. ഉമ്മ എല്ലാ ഉപദേശങ്ങളും നൽകി നിസാമുദ്ദീൻ തങ്ങൾക്ക്. എന്താ ഉപദേശം? എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല, എന്തൊക്കെ ഇങ്ങനെ എല്ലാ ഉപദേശങ്ങളും നൽകി മഹാനായ ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങൾ ഉപ്പാപ്പ എന്നോട് അവസാനം വാക്ക് പറഞ്ഞ, നിങ്ങൾ ഇൽമു പഠിച്ച് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യണം. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ മഹദി വഫാത്തായി. ആ നിസാമുദ്ദീൻ തങ്ങൾ പിന്നീട് മഹാനായ ഫരീദ് കഞ്ചി ശക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ സുൽത്താനാണ് മഹാനായ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കിത്ത് അലവി. കുതുബുദ്ദീൻ ബക്തിയാർ കാക്കിത്ത് അലവിയുടെ ശിഷ്യനാണ് ഫരീദ് കഞ്ചി ശക്കർ റളിയല്ലാഹു അൻഹു. ഈ ഫരീദ് കഞ്ചി ശക്കർ തങ്ങൾക്ക് വന്നിട്ട് ഓതാൻ പറഞ്ഞു. ഫരീദ് കഞ്ചി ശക്കർ തങ്ങൾക്ക് ഓതി പഠിക്കുകയും അവിടെ നിന്നാണ് പിന്നീട് മഹാനവറുകളെ ഇവിടുത്തെ ഖാദിയായി വരുന്നത്. മഹാനായ നിസാമുദ്ദീൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞ, എനിക്ക് ഖാദി സ്ഥാനം വേണം. അത് നിങ്ങൾക്കില്ല, അതിനേക്കാളും ഉയർന്ന സ്ഥാനം നൽകാമെന്ന് പറയും. മഹാനവറുകള് വഫാത്തായതിനു ശേഷം ഫരീദ് കഞ്ചി ശക്കർ തങ്ങൾ റളിയല്ലാഹുവിന് ശേഷം ഇവിടത്തേക്ക് വരികയും പിന്നീട് ഡൽഹിയിലെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന മഹാനാണ് ഹസ്രത്ത് നിസാം. അപ്പൊ ജീവിതകാലത്ത് ഒരു രാജാക്കന്മാരെ മുഖം കാണിച്ചില്ല. ഒരു രാജാവ് എന്ത് ചെയ്യുന്നതാണ്, വലിയൊരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളി ഉദ്ഘാടനത്തിന് എല്ലാ പണ്ഡിതന്മാരും ചെയ്യും. നിസാമുദ്ദീൻ തങ്ങളെ മാത്രം പറ്റും. കാരണം അതിന് രാജാവ് ഉദ്ദേശിച്ചത് നിസാമുദ്ദീൻ തങ്ങളെ കാണലാണ്. ആ നിസാമുദ്ദീൻ തങ്ങളെ മുഖം ആര് കാണലാണ്? രാജാവിന് കാണലാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിസാമുദ്ദീൻ തങ്ങൾ അങ്ങനെ ആരും എന്റെ അടുത്തേക്ക് വരണ്ട, ഒരു രാജാവും അങ്ങനെ രാജാവ് ഉത്തരവിട്ടു, നാളെ എന്റെ അടുത്തേക്ക് നിസാമുദ്ദീൻ നേരിട്ട് വന്നെങ്കിൽ ഞാൻ എന്താക്കും, നിസാമുദ്ദീനെ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ വേണം, അതുകൊണ്ട് പോകണമെന്ന്. അത് നിങ്ങൾ ബേജാറാക്കേണ്ട, രാജാവ് നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് സൈന്യാധിപൻ കയറിയിട്ട് രാജാവിനെ അങ്ങ് കൊന്നുകളഞ്ഞു. ആ രാജാവിനെ സൈന്യാധിപൻ കയറി കൊന്നുകളയും, രാജാവ് മരണപ്പെടുകയും ചെയ്യും. അതാണ് നിങ്ങൾ ബേജാറാണ്ട, രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് നിസാമുദ്ദീൻ തങ്ങൾ പറയും. അങ്ങനെ രാജാവ് കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. അല്ലാഹു തആല മഹാനായ നിസാമുദ്ദീൻ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. മഹബൂബ ഇലാഹി എന്ന് മഹാന്മാര് വിളിക്കണമെങ്കിൽ വലിയ സ്ഥാനം കിട്ടണം. അത്ര വലിയ മഹാനാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങൾ. അല്ലാഹു തആല നമ്മളിന്ന് കബൂൽ ചെയ്ത് തരുമാറാകട്ടെ. ഒരു യാസീൻ ഓതിയിട്ട് വേഗം നമുക്ക് പോകാം. അൽ-ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا وفي الأذقان فهم مقمحون وجعلنا من بين أيديهم صدا ومن خلفهم صدا وغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشر مغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاء المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث وقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون ما علينا إلا البلاغ المبين قالوا إنا تطيرنا بكل إن لم تنتهوا ليرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون نقصر المدينة واضرب اسمها قال يا قوم اتبعوا المرسلين اتبعوا لا يسألكم أجرا وهم مهتدون ما لي لا أعبد ترجعون أتخذ من دونه آلهة يريد الرحمن بضر دون أني شفعتهم شيئا ولا ينقذون إني ذل في ضلال مبين إني آمنت بربكم فاسمعون حين دخل الجنة قال يا ليتني قومي يعلمون واغفر لي ربي واجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين كانت إلا سنية وإذ إلا خامدون يا حسرة على العباد ما يأتيهم رسول منا كانوا به يستهزئون ألم يروا كما أهلكنا قبلهم من القرون أنهم إليهم لا يرجعون فإن كل لما جميع لدينا محضرون وآتوا الأدلة والبهتة أحييناها وأخرجناهم من عام وهم يأكلون وجعلنا فيها جنات من نخيل وأعناب وجعلنا فيها من العيون ويأكل من ثمره وما عملت أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها देखिए माशाल्लाह ये हज़रत निज़ामुद्दीन औलिया की बारगाह में सूरह यासीन की तिलावत कर रहे हैं। आप लोग देखिए कुछ औरतें यहाँ पे भी बैठ कर तिलावत करती हैं और ये सामने वज़ू खाना है और ये यहाँ पे फूल चादर मिलता है जो हज़रत निज़ामुद्दीन औलिया की बारगाह में ज़ायरीन लोग लेकर और सामने हज़रत निज़ामुद्दीन औलिया की बारगाह यहाँ पर पेश करते हैं। ولا يستطيعون توصيفهم ولا إلى أنفسهم يرجعون قالوا يا ويلنا وقالنا إنا لقدنا هذا ما وعدنا ورسولك المرسلون كانت إلا شيئا وأن تضيع به الذين كفروا ولا كنا مرسلين ولا नहीं जाके आया मैं